ഇന്ന് നമുക്ക് പഠിക്കേണ്ട ചാപ്റ്റർ 3 മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ചെറിയ ക്ലാസ്സിലെ പഠിച്ച ഒരു ഭാഗമാണ് അല്ലേ മോഷൻ എന്ന് പറയുന്നത്, ചലനം. മോഷൻ എന്ന് പറയുന്നത് കൈനമാറ്റിക്സ് എന്ന ബ്രാഞ്ചിൽ വരുന്ന ഒരു ചാപ്റ്ററാണിത്. കൈനമാറ്റിക്സ് മീൻസ് ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് വിച്ച് ഡീൽസ് വിത്ത് മോഷൻ വിത്തൗട്ട് കൺസിഡറിങ് ദി കോസ്. കാരണത്തെക്കുറിച്ച് ഡീൽ ചെയ്യാതെ ചലനത്തെക്കുറിച്ച് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് കൈനമാറ്റിക്സ്. വാട്ട് ഈസ് മോഷൻ? മോഷൻ മീൻസ് ചേഞ്ച് ഇൻ പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. സമയം മാറുന്നതിനനുസരിച്ച് പൊസിഷൻ മാറുന്നുണ്ടെങ്കിൽ മോഷൻ നടന്നു എന്ന് പറയും അല്ലേ. അതായത് ഒരു ഒബ്ജക്റ്റ് എ എന്ന പൊസിഷനിൽ നിന്ന് ബി എന്ന പൊസിഷനിലേക്ക് ഒരു 4 സെക്കൻഡ് കൊണ്ട് മൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോഷൻ ടേക്സ് പ്ലേസ്, അല്ലെങ്കിൽ മോഷൻ നടന്നു, മൂവ് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഒരുപാട് ടേംസ്, അതായത് സ്പീഡ്, വെലോസിറ്റി, ഡിസ്റ്റൻസ്, ആക്സിലറേഷൻ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഓക്കെ, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഇറ്റ് ഓൾസോ നോൺ ആസ് റെക്റ്റിലീനിയർ മോഷൻ. റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറഞ്ഞാൽ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ മോഷനെയാണ് നമ്മൾ റെക്റ്റിലീനിയർ മോഷൻ എന്ന് പറയാം. ഈ ചാപ്റ്ററിൽ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 1 dimensional motion, 2 dimensional motion and 3 dimensional motion. What is 1 dimensional motion? Motion confined into a line or straight line. അതായത് ഒബ്ജക്റ്റിനെ ഒന്നുകിൽ ഇങ്ങോട്ടോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിലേക്കോ നീങ്ങാം, പക്ഷെ ഒരു സ്ട്രെയിറ്റ് ലൈൻ. അതായത് ഓൺലി 1 കോർഡിനേറ്റ് വേരീസ്. 1 ഡയമെൻഷണൽ മോഷനിൽ ഒരു വേരിയബിൾ മാത്രമേ അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റേ വേരി ചെയ്യുള്ളൂ. എക്സ് കോർഡിനേറ്റോ വൈ കോർഡിനേറ്റോ അല്ലെങ്കിൽ സെഡ് കോർഡിനേറ്റോ. അതായത് സപ്പോസ് ഒരു ത്രെഡ് നമ്മളിങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ത്രെഡിലൂടെ ഒരു ഉറുമ്പ് ഇങ്ങനെ നീങ്ങുകയാണ് അല്ലേ. അത് എന്ത് മോഷനാണ്? 1 ഡയമെൻഷണൽ മോഷനാണ്. അല്ലെങ്കിൽ നീഡിൽ ഓഫ് എ സ്വിങ് മെഷീൻ, ഒരു തയ്യൽ മെഷീൻ്റെ നീഡിൽ അപ്പ് ആൻഡ് ഡൗൺ സ്ട്രെയിറ്റ് ലൈൻ മൂവ്മെൻ്റ് ആണ് അല്ലേ. അങ്ങനെയുള്ള മോഷനാണ് 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറയാം. ഒറ്റൊരു ലൈനിലൂടെ മാത്രമേ ഒബ്ജക്റ്റ് നീങ്ങുന്നുള്ളൂ. 2 ഡയമെൻഷണൽ എന്ന് പറയുമ്പോൾ മോഷൻ അലോങ് എ പ്ലെയിൻ, മോഷൻ ഇൻ എ പ്ലെയിൻ ഓർ മോഷൻ കൺഫൈൻഡ് ഇൻ ടു എ സിംഗിൾ പ്ലെയിൻ. 2 കോർഡിനേറ്റ്സ് വേരി ചെയ്യും. എക്സും വൈ കോർഡിനേറ്റും, എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും രണ്ടും വേരി ചെയ്യുന്ന ടൈപ്പ് മോഷനാണ് 2 ഡയമെൻഷൻ. സർക്കുലർ മോഷൻ ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ ഒരു ഉറുമ്പ് വോളിലൂടെ നീങ്ങുന്നു, ഒരു ചുമരിലൂടെ ഉറുമ്പിൻ്റെ മൂവ്മെൻറ്റ് 2 ഡയമെൻഷണൽ മോഷനാണ്. ബ്ലാക്ക് ബോർഡിലൂടെയുള്ള ചോക്കിൻ്റെ മൂവ്മെൻറ്റ് 2 ഡയമെൻഷണൽ മോഷനാണ്. 3 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ മോഷൻ ഇൻ സ്പേസ്. 1 ഡയമെൻഷൻ ലൈൻ, 2 ഡയമെൻഷൻ പ്ലെയിനിലൂടെയുള്ളത്, 3 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്പേസിലൂടെയുള്ളത്. ഉറുമ്പിൻ്റെ കേസ് ഒരു ഓറഞ്ചിൻ്റെ പുറത്തൂടെ ഒരു ഉറുമ്പ് മൂവ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിലൂടെ ഒരു പക്ഷി പറക്കുന്നു, എ ഫിഷ് ഇൻ എ വാട്ടർ ടാങ്ക്. ഇതൊക്കെ 3 ഡയമെൻഷണൽ മോഷന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ അവിടെ 3 കോർഡിനേറ്റും എന്ത് ചെയ്യും? വേരി ചെയ്യും അല്ലേ. എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെഡ് കോർഡിനേറ്റും വേരി ചെയ്യും. 3 കോർഡിനേറ്റും വേരി ചെയ്യുമ്പോൾ 3 ഡയമെൻഷൻ, 2 കോർഡിനേറ്റ്സ് വേരി ചെയ്യുമ്പോൾ 2 ഡയമെൻഷൻ, 1 കോർഡിനേറ്റ് വേരി ചെയ്യുമ്പോൾ 1 ഡയമെൻഷണൽ മോഷൻ. ഈ ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കൺസെപ്റ്റാണ് പോയിൻ്റ് ഒബ്ജക്റ്റ്. നമ്മളൊരു ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു പോയിൻ്റ് കൊണ്ട് മെൻഷൻ ചെയ്യുന്നു. എപ്പോഴാണ് നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാൻ പറ്റുക? അതായത് ഒബ്ജക്റ്റിൻ്റെ സൈസ് മെൻഷൻ ചെയ്യേണ്ടത് വരിക. സപ്പോസ് ഒരു കാറ് അല്ലേ, അത് കണ്ണൂരിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് മൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. കണ്ണൂരിൽ നിന്ന് ട്രിവാൻഡ്രം, ഒരു കാറിൻ്റെ സൈസ് നമുക്കറിയാം, ഏകദേശം 4.5 മീറ്ററോളേ ഉള്ളൂ അല്ലേ. അപ്പോൾ 100 കണക്കിന് കിലോമീറ്റർ ആ കാറ് ട്രാവൽ ചെയ്തു. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാറിൻ്റെ സൈസിനെ നമുക്ക് ഒരു പോയിൻ്റായിട്ട് ഇമാജിൻ ചെയ്യാം. അപ്പോൾ കാറ് എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്തു അല്ലേ. അപ്പോൾ വളരെ വലിയ ഡിസ്റ്റൻസാണ് അതെങ്കിൽ ആ കാറിൻ്റെ സൈസിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതില്ല. If the size of the object is very small,
compared to the distance traveled, then the object can be considered as point object. വളരെ ചെറിയ ഡിസ്റ്റൻസ് ആണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒബ്ജക്റ്റിൻ്റെ സൈസ് കൂടി ഇമാജിൻ ചെയ്യേണ്ടി അല്ലെങ്കിൽ കൺസിഡർ ചെയ്യേണ്ടി വരും പ്രോബ്ലമൊക്കെ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ 1 ഡയമെൻഷണൽ മോഷൻ, 2 ഡയമെൻഷണൽ മോഷൻ, 3 ഡയമെൻഷണൽ മോഷൻ എന്താണെന്നുള്ളത് ഈ നോട്ട്സിൽ ഈ പോയിൻറ്റ്സ് നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഭാഗമാണ് ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. വാട്ട് ആർ ദ മേജർ ഡിഫറൻസ് ബിറ്റ്വീൻ 2 ടേംസ്, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നതാണ്. സപ്പോസ് എ എന്ന ഒരു പോയിന്റിൽ നിന്ന് ഒരു ഒബ്ജക്റ്റ് ബി എന്ന പോയിന്റിലേക്ക് ട്രാവൽ ചെയ്യണം. ഫസ്റ്റ് ഈ ഒരു ലൈനിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ആ ഒരു ദൂരം 2 കിലോമീറ്റർ ആണ്. അതേപോലെ അല്ലെങ്കിൽ സെക്കൻഡ് കേർവിലൂടെയാണ് അത് ട്രാവൽ ചെയ്യുന്നത്, അല്ലെ, വളഞ്ഞ് ട്രാവൽ ചെയ്യുന്നു. ആ ഒരു ഡിസ്റ്റൻസ് 6 കിലോമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പാത്ത് ലെങ്ത് ഓഫ് ദി പാത്താണ് ഡിസ്റ്റൻസ്. അത് ഏതിലൂടെ ട്രാവൽ ചെയ്താലും എല്ലാ ഡിസ്റ്റൻസും അല്ലെങ്കിൽ എല്ലാ പാത്തും കൂടി ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, അതായത് ഇപ്പോൾ സപ്പോസ് ഈ എയിൽ നിന്ന് ഒബ്ജക്റ്റ് ബിയിലേക്ക് ട്രാവൽ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ഈ പാത്തിലൂടെയാണ് ട്രാവൽ ചെയ്തെങ്കിൽ അവിടെയുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? 2 കിലോമീറ്റർ ആയിരിക്കും. ഇനി സപ്പോസ് രണ്ടാമത്തെ പാത്തിലൂടെയാണ് ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്തെങ്കിൽ ഡിസ്റ്റൻസ് 6 കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ പോയിൻ്റ് ആൻഡ് ഫൈനൽ പോയിൻ്റ്, അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ്, ഇറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ. അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷനെ നമ്മൾ എക്സ് എന്ന് മാർക്ക് ചെയ്യുകയാണെങ്കിൽ x2 മൈനസ് x1, x2 മൈനസ് x1 ഓർ ചേഞ്ച് ഇൻ പൊസിഷൻ ഡെൽറ്റ എക്സ് എന്ന് നമുക്ക് മാർക്ക് ചെയ്യാം. ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്ഷൻ നോക്കേണ്ടതില്ല. ഡിസ്പ്ലേസ്മെൻ്റ് ആകുമ്പോൾ നമ്മൾ ഡയറക്ഷൻ നോക്കും. സപ്പോസ് ഈ കേസിൽ തന്നെ എയിൽ നിന്ന് ഒബ്ജക്റ്റ് ബിയിലേക്ക് ട്രാവൽ ചെയ്തു. ഡിസ്റ്റൻസ് 6 കിലോമീറ്റർ ആണ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫൈനൽ പൊസിഷൻ മൈനസ് ഇനീഷ്യൽ പൊസിഷൻ, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതായത് 2 കിലോമീറ്റർ ആയിരിക്കും ഡിസ്പ്ലേസ്മെൻറ്റ്, അല്ലേ? ഇനി ആ ഒബ്ജക്റ്റ് എയിൽ നിന്ന് ബിയിലേക്ക് പോയി, ബിയിൽ നിന്ന് എയിലേക്ക് തിരിച്ചു വന്നു എന്ന് വിചാരിക്കുക. ഡിസ്റ്റൻസ് 6 + 2, അതായത് 8. ഡിസ്പ്ലേസ്മെൻറ്റോ ഫൈനൽ പൊസിഷനും എ ആണ്, ഇനീഷ്യൽ പൊസിഷനും എ ആണ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ രണ്ടും തമ്മിൽ ഡിഫറൻസ് മനസ്സിലായില്ലേ? ഇനി ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ, എന്താ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞു, നമ്മൾ ഡയറക്ഷൻ നോക്കേണ്ടതില്ല. എത്രത്തോളം നമ്മൾ ട്രാവൽ ചെയ്തോ ആ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ ദൂരമൊക്കെ കൂട്ടിയാൽ കിട്ടുന്നതാണ് ഡിസ്റ്റൻസ്. നമ്മൾ ഒരിക്കലും കുറക്കുന്നില്ല. ഓക്കെ, സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് പോയി തിരിച്ച് വീണ്ടും സ്കൂളിലേക്ക് വന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ദൂരമൊക്കെ നമ്മൾ ആഡ് ചെയ്താലാണ് നമുക്ക് കിട്ടുന്നത് ഡിസ്റ്റൻസ്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ക്വാണ്ടിറ്റിയെ നമ്മൾ പറയുന്നതാണ് സ്കാലാർ ക്വാണ്ടിറ്റി. അതായത് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവുള്ളൂ, മാഗ്നിറ്റ്യൂഡ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നില്ല. അതോഫോർ ഡിസ്റ്റൻസ് ഈസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. പക്ഷേ ഡിസ്പ്ലേസ്മെൻ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് കൺസിഡർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്? ഡയറക്ഷൻ എടുത്തിട്ടുണ്ട്, അല്ലേ? അതായത് ഇപ്പോൾ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയി തിരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലേക്കും പോയി. അപ്പോൾ ഒന്ന് പോസിറ്റീവ് എടുത്തു, മറ്റേത് നെഗറ്റീവ് എടുത്തു. അതുകൊണ്ടാണ് നമുക്ക് 0 കിട്ടുന്നത്. അപ്പോൾ ഡയറക്ഷൻ കൺസിഡർ ചെയ്തു. ദെർഫോർ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അതായത് ഇറ്റ് ഹാസ് ബോത്ത് ഡയറക്ഷൻ ആൻഡ് മാഗ്നിറ്റ്യൂഡ്. ഡിസ്റ്റൻസുമായി ഡിസ്പ്ലേസ്മെൻറ്റും. ഓക്കെ, ഒന്ന് സ്കേലാറാണ്, ഒന്ന് വെക്റ്ററാണ്. അപ്പോൾ നമുക്കൊരു കോളം വരച്ച് ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് എഴുതി നോക്കാം. ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്റ്റൻസ് ഇസ് ദി ആക്ച്വൽ പാത്ത് ലെങ്ത്.
actual path length. Displacement of it is the shortest distance between initial and final points. അതുപോലെ distance is a scalar quantity. Displacement is a vector quantity. അതിന് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവായിരിക്കും. നമ്മൾ എപ്പോഴും ആഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ദൂരം നമ്മൾ കുറക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇറ്റ് ഓൾവേസ് പോസിറ്റീവ്. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, സീറോ ആകാം. സപ്പോസ് നമ്മൾ എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്തു, അങ്ങോട്ടേക്കുള്ള ഡയറക്ഷൻ നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തു. അപ്പോൾ തിരിച്ച് സിയിലേക്ക് വീണ്ടും ട്രാവൽ ചെയ്തു. അപ്പോൾ ആ ഡിസ്റ്റൻസിനെ നമ്മൾ ഒരു ദൂരം എയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരം നമ്മൾ നെഗറ്റീവായിട്ടാണ് വരിക. അങ്ങനെയുള്ള കേസിലാണ് നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവ് കിട്ടുന്നത്. വീണ്ടും എയിലേക്ക് തന്നെ എത്തുമ്പോൾ അവിടെ സീറോ ആയി, ഡിസ്പ്ലേസ്മെൻറ്റ് സീറോ ആയി. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിന് 3 വാല്യൂവും വരാം. ഇനി നിങ്ങളൊരു ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, ഡിസ്റ്റൻസ് ബൈ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റും ചില കേസിൽ ഈക്വൽ ആവാം, അല്ലേ? അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഡിസ്പ്ലേസ്മെൻ്റ് ആയിരിക്കും. ഒരിക്കലും ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസിനേക്കാൾ കൂടില്ല കേട്ടോ, ഡിസ്റ്റൻസ് ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നോട്ട്സിൽ എഴുതി വെക്കുക, ഡിഫറൻസ് ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ്.